ഈ റേപ്പ് ഈ ജഡ്ജി കൺഫേം ചെയ്തിട്ട് ശിക്ഷിക്കുന്നത് ഈ വീഡിയോയുടെ പേരിലല്ല, ഫോറൻസിക് മെറ്റീരിയലിൻ്റെ പേരിലാണ്. ആ കാറിൽ നിന്ന് താഴെ നമ്മളെ കാല് ചവിട്ടുന്ന സ്ഥലത്ത് മാറ്റൊക്കെ, അതിൽ നിന്ന് കിട്ടിയ സ്രവങ്ങൾ, ഡ്രസ്സിൽ ഉണ്ടായിരുന്ന സ്രവങ്ങൾ, നടിയുടെ ഷർട്ടിൽ, പാൻറ്റിൽ, പൾസർ സുനിയുടെ പാൻറ്റിൽ, ഇതെല്ലാം ഈ ഡ്രസ്സെല്ലാം കളക്ട് ചെയ്തതിൻ്റെ സാമ്പിൾ ഫോറൻസിക് ലാബിൽ അയച്ച് അവർ കൺഫേം ചെയ്ത് പിന്നെ DNA ടെസ്റ്റ് നടത്തി ഇത് പൾസർ സുനിയുടെ ആണ്, ഇത് നടിയുടെ ആണെന്നൊക്കെ ഉറപ്പ് വരുത്തി. ഇതെല്ലാം കഴിഞ്ഞ് ഫുൾ പ്രൂഫായ ഒരു കേസാണത്, റേപ്പ് കേസ്. സോ അതിനിപ്പോൾ വിഷ്വൽ വേണമെന്നൊന്നുമില്ല. എത്ര റേപ്പ് കേസിൽ വിഷ്വലുണ്ട്? ഇപ്പം നമ്പർ 2, ഇവർ ചോദിക്കുന്നത് വിഷ്വൽ എടുത്തത് എന്തിന്? വിഷ്വൽ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കുമല്ലോ എടുത്തത്, അയാളെ കാണിക്കാനായിരിക്കുമല്ലോ. അല്ല, അല്ലാതെയും വിഷ്വൽ എടുക്കാം. ഏകദേശം എല്ലാ റേപ്പ് കേസിലും ഇപ്പോൾ വിഷ്വൽ എടുക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പോൾ പ്രശസ്തമായിട്ട് ലൈവായി കേരളത്തിൽ നിൽക്കുന്ന 2 കേസുണ്ട് റേപ്പിൻ്റെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേരിൽ. ആ 2 കേസിലും പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഉപദ്രവിച്ചു, അശ്ലീല വീഡിയോ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. എന്തിനെടുത്തു? അപ്പോൾ അതാരുടെ കൊട്ടേഷൻ? അവിടെ ആർക്കും ചോദ്യമില്ല, അത് കൊട്ടേഷനൊന്നുമല്ല. ഒരു റേപ്പിസ്റ്റ് റേപ്പ് ചെയ്ത് അതിൻ്റെ വീഡിയോ എടുക്കുന്നത് ജനറലി ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ്. 2ാം റേപ്പിന് ഞാൻ വിളിക്കുന്ന സ്ഥലത്ത് വന്നില്ലെങ്കിൽ ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടും. ഇതിൽ ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികൾ പരിഭ്രമിച്ചു പോകും. ഒരു തവണയോ പോയി, ഇനിയിപ്പോൾ 2ാം തവണ പോയില്ലെങ്കിൽ ഇയാളിത് പരസ്യപ്പെടുത്തും. ആ കൺഫ്യൂഷനിൽ ചില പെൺകുട്ടികൾ ശരി ആയിക്കോട്ടെ ഞാനോ പെട്ടുപോയി എന്ന് വിചാരിച്ചു പോകും. ചിലർ പോവില്ല, അവർ കേസിന് പോകും, ഫൈറ്റ് ചെയ്യും. ചിലർ നിശബ്ദമായിട്ട് പിൻവാങ്ങും. ഇങ്ങനെ പല രീതിയിലാണ് മനുഷ്യർ റേപ്പിനോട് പ്രതികരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ പ്രതികരിച്ചു, ഈ നടി, അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അവരെന്തുകൊണ്ട് ഒച്ച വെച്ചില്ല? ഈ ചോദ്യമൊക്കെ കോടതിയിൽ വരുന്നുണ്ട്. അവരിത്രയും എഡ്യൂക്കേറ്റഡാണ്, എമിനൻ്റാണ്, വെൽ നോൺ ആണ്. അപ്പോൾ ഈ സമയത്ത് മാത്രമല്ല, വളരെ ലൈവായിട്ടുള്ള ഈ രാത്രി കളമശ്ശേരി ഇവിടെ ഇപ്പോൾ ഒരുപാട് ലൈറ്റും വണ്ടിയും ആളും ഒക്കെ ഉള്ള സ്ഥലങ്ങളല്ലേ. നിങ്ങൾ നിലവിളിച്ചിരുന്നെങ്കിലോ? അവർ പറഞ്ഞു ഞാൻ നിലവിളിച്ചാൽ പുറത്ത് കേൾക്കില്ല. കാരണം പൾസർ സുനിയും മാർട്ടിനോട് പറഞ്ഞു ചില്ലെല്ലാം പൊക്കി വയ്ക്ക്, സെൻട്രൽ ലോക്കിഡ് വണ്ടിയുടെ. എനിക്ക് വണ്ടിയുടെ ഡോറ് തുറക്കാൻ പറ്റില്ല, ചില്ല് തുറക്കാൻ പറ്റില്ല, 2 കൈയും 2 പേര് പിടിച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിലവിളിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഫോൺ അവർ തട്ടിപ്പറിച്ചു, എനിക്ക് ഫോൺ ചെയ്യാൻ നിർവാഹമില്ല. മാത്രമല്ല ഐ ആം ഡാം ഷോക്ക്ഡ്. ആ സമയത്ത് നിലവിളിച്ച് ഒച്ച പുറത്ത് വരില്ല, നമുക്ക് സങ്കല്പിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ക്രൂരമായിട്ടാണ് ഇത് ചെയ്തത്. എന്നിട്ട് മാർട്ടിൻ പറയുന്നത് ഇത് നടന്നിട്ടേ ഇല്ല എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഫോറൻസിക് എവിഡൻസും സംഗതിയൊക്കെ ഉണ്ടായിട്ട്, എന്നാൽ ഇത് നടന്നിട്ടില്ല എന്ന് ബാക്കി പ്രതികളും കൂടെ പറയണ്ടേ? പൾസർ സുനിയും പറയുകയാണ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല, അത് ഇവിടുത്തെ ഗോവയിലെ വീഡിയോ ആണ്, ബോംബെയിലാണ് പറയണ്ടേ? അത് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ 6 പേരുള്ളതിൽ ഒരാൾ മാത്രം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാനാണ്? എന്ത് വിശ്വാസ്യതയാണ് അതിന്?